പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും ദൈവം വീണ്ടും പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. മൂന്നാമതായിട്ട് ദൈവം നൽകിയ ഏറ്റവും പരിപൂർണമായ കാര്യം ഈശോയുടെ രക്ഷാകര ചരിത്രം, രക്ഷാകര രഹസ്യങ്ങളെല്ലാം പരിപൂർണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് കുരിശിൻ ചുവട്ടിൽ തറയ്ക്കപ്പെടാത്ത കൈകളും കുത്തി തുറക്കപ്പെടാത്ത ഹൃദയവുമായി പരിശുദ്ധ അമ്മയും രക്ഷാകര ചരിത്രത്തിൽ അല്ലെങ്കിൽ രക്ഷാകര ആ സംഭവങ്ങളിൽ അവൾ ഈശോയോടൊപ്പം ചേർന്ന് നിന്നത്. ഒരു പരാതിയോ ഭരവുമില്ലാതെ കർത്താവിന്റെ കുരിശിനോടൊപ്പം ചേർന്ന് നിന്നത് കാരണം അവൾക്ക് ദിവ്യരഹസ്യങ്ങൾ പൂർണ്ണമായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നാലാമത് പുണ്യങ്ങളുടെ ഒരു വിളനിലമാണ് പരിശുദ്ധ കന്യകാമറിയം. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എളിമയെന്ന പുണ്യം. യേശയ്യാ പ്രവാചക പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ ഒരു പ്രഭാത നക്ഷത്രത്തെ കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നു. പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ ലൂസിഫർ, ദൈവത്തിന്റെ സ്ഥാനം ആഗ്രഹിച്ച് ദൈവത്തിന്റെ ഒപ്പമാകുവാൻ വേണ്ടി ആഗ്രഹിച്ച ലൂസിഫറിനെ ദൈവം പാതാളത്തിന്റെ ആഴങ്ങളിലോട്ട് എറിയുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കി, ചന്ദ്രനെ തന്റെ പാദപീഠമാക്കി, 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം ചാർത്തിയ ഒരു സ്ത്രീ, ഒരു കന്യകയെ ദൈവം ഉയർത്തുന്നു. അത് പരിശുദ്ധ അമ്മയെയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ഒത്തിരിയധികം അവസരങ്ങളും ഒത്തിരിയധികം കൃപകളും ഒരുക്കി വച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കുവാനും ദൈവം നമുക്ക് അത് നൽകുന്ന വിശ്വാസവുമാണ് നമ്മെ ഇതിലോട്ട് ഉയർത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ സന്നിധിയിലെത്തുവാൻ, ഈശോയുടെ ഹൃദയം തുടിക്കുന്നത് പോലെ എൻ്റെ ഹൃദയവും തുടിക്കുവാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴെഴുതിയ ഒരു ചാക്കിരൽ ലേഖം ഡെലിക്സെറ്റ് നോസ്, അതായത് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് ഈശോയുടെ ഹൃദയത്തിലെ ദൈവികവും മാനുഷികമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് നാം പാപത്തിലായിരിക്കുമ്പോൾ തന്നെയാണ്. അപ്പം ഈ പാപങ്ങളെല്ലാം മനസ്സിലാക്കി ആ പാപങ്ങളെല്ലാം മാറ്റി പരിശുദ്ധമായിട്ടുള്ള ജീവിതം ജീവിക്കുവാനും ഈശോയുടെ ഹൃദയം സ്നേഹത്താൽ തുടിക്കുന്നത് പോലെ എൻ്റെ ഹൃദയവും തുടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയും ഈശോയുടെയും ഹൃദയം ഒരുപോലെ തുടിക്കുമ്പോഴാണ് ഈശോ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയതുപോലെ നമുക്കും നിറവേറ്റുവാൻ സാധിക്കുന്നത്. അതിനായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.